എവിടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമണേഴ്സ് പ്രൊമോ? ഇന്ന് വരും, നാളെ വരും, മറ്റന്നാ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസം 2 ആയി. എന്താണ് ഈ അടിയിൽ നടക്കുന്ന പരിപാടി? എന്തുകൊണ്ടാണ് ഈ സാധനം വരാത്തത്? എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ കോമണേഴ്സ് പ്രൊമോയുടെ കാര്യത്തിൽ എല്ലാവരും കമന്റ് ചെയ്യുന്ന സാധനം ഞാൻ കാണുന്നുണ്ട്. കോമണേഴ്സ് പ്രൊമോയുടെ കാര്യം മാത്രം എന്തുകൊണ്ട് വീണ്ടും 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 ഞാൻ പറഞ്ഞിട്ട് തെറ്റുന്നു? അതിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ കോമണേഴ്സ് പ്രൊമോ ഇത്തവണ നമ്മൾ വിചാരിക്കുന്ന ലെവലേ അല്ല, വെറിത്തനം ആട്ടമാണ്. ബിക്കോസ് ഒരു വലിയ ട്വിസ്റ്റ്, ഒരു സൂപ്പർ ട്വിസ്റ്റ്, ഒരു മെഗാ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കോമണേഴ്സ് പ്രൊമോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് കോമണേഴ്സ് അയ്യോ എനിക്ക് വീഡിയോ നേരെ ഷൂട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ, എങ്ങനെ വെക്കണം, ക്ലിയർ ഉള്ളിടത്ത് വെക്കണോ, ക്ലിയർ ഇല്ലാത്തടത്ത് വെക്കണോ, ലൈറ്റ് ഉള്ളിടത്തോ ലൈറ്റ് ഇല്ലാത്തടത്തോ, പേടിക്കണ്ട. നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാൻ വരെ ആളെ ബിഗ് ബോസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അറിയാമോ സംഭവം? അറിഞ്ഞോ സംഭവം? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോമണേഴ്സ് പ്രൊമോയുടെ കാര്യം പറയാം. അതിന്റെ റീസൺസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് ഇപ്പൊ വരും നാളെ വരും, ഇപ്പൊ വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും വരും എന്ന് തന്നെയാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ ഇത് ഡെയിലി മാറ്റുന്നുണ്ട്. ഇപ്പോൾ അറിയുന്നത് മറ്റന്നാ വരും, അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് വരും, 23-ാം തീയതി വരും, 24-ാം തീയതി വരും എന്നൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ആ ഡേറ്റ് പറച്ചിൽ പരിപാടി നിർത്തി. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്തിരുന്നവർക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും പക്കയായിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഈ കോമണേഴ്സ് പ്രൊമോയുടെ കാര്യം ഒഴിച്ച് നമ്മൾ പറഞ്ഞ എല്ലാ കേസും പക്കയായിട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് ഈ കോമണേഴ്സ് പ്രൊമോയിൽ മാത്രം ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അവരവരുടെ പ്ലാൻ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രൊമോ ഇടണോ? വേണ്ട, നാളെ ഇടാം. നാളെ ഇടാന്ന് പറയും, നാളെ ഇടണ്ട, മറ്റന്നാൾ ഇടാം. ഞാനിത് അറിയുമ്പോൾ ഒന്ന് നിങ്ങളോട് പറയും, വീണ്ടും ഞാൻ എന്താവും 3G ആവും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പൊ എന്തായാലും ഇപ്പൊ അറിയുന്നത് ജൂൺ 23, 24 ആ ഡേറ്റിലോട്ടൊക്കെ തള്ളപ്പെട്ടു വന്നാണ്. അതെന്തോ ആവട്ടെ, ഇനി ആ ട്വിസ്റ്റ് ഞാൻ പറയാം, അതെന്തോ ആവട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു കേസ് നിങ്ങളുടെ സോറി ചോദിക്കുകയാണ്. കാരണം ഞാൻ വീണ്ടും പറഞ്ഞ് എനിക്ക് തന്നെ മടുത്ത്, സത്യം എനിക്ക് തന്നെ മടുത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ സ്പോൺസർമാരിൽ ഒരാളായിട്ട് മൈജി ഉണ്ട്. മൈജി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈജി ടൈറ്റിൽ സ്പോൺസർ ആണോ എന്ന് എനിക്കറിയില്ല. മൈജി സ്പോൺസർ ആയിട്ടുണ്ട്. കോമണേഴ്സ് പ്രൊമോയുടെ സ്പോൺസർ മൈജി ആണ് മക്കളെ. അത് മാത്രമല്ല, കോമണേഴ്സ് പ്രൊമോയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ കോമണേഴ്സ് പ്രൊമോ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പരസ്യം വരും. പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് പ്രൊമോ എടുക്കാനത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. തൊട്ടടുത്തുള്ള മൈജിയുടെ സ്റ്റോറിൽ അല്ലെങ്കിൽ മൈജിയുടെ ഷോറൂമിൽ പോയിട്ട് എനിക്ക് ബിഗ് ബോസിന്റെ കോമണേഴ്സ് പ്രൊമോയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനാണ്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് പറഞ്ഞ് ഇവിടെ തിരക്കി കഴിഞ്ഞാൽ അവരെടുത്ത് തരും നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തു തരും. നിങ്ങൾ ഇരുന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കി എല്ലാം അവർ ചെയ്തു തരും. നിങ്ങൾ അപ്ലോഡും ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം ബാക്കി അവർ ചെയ്തു തരും. അപ്പോൾ അത് ഭയങ്കര വലിയൊരു മാറ്റമായി. കാരണം എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ്, അയ്യോ എങ്ങനെ എടുക്കണം, ഈ ക്ലിയർ ഇല്ല, അല്ലെങ്കിൽ വെട്ടമില്ല, അല്ലെങ്കിൽ ഇരുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേർക്ക് കുറേ കംപ്ലൈൻറ്റുകളാണ്. എൻ്റെ ഫോൺ കേടാ, അങ്ങനെ. ഇനി അതൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൈജി എടുത്തു തരും. മൈജിയിലോട്ട് നിങ്ങൾ പോയിട്ട് കാര്യം മാത്രം പറഞ്ഞാൽ മതി. 2-3 ദിവസത്തോടെ കഴിയുമ്പോഴത്തേക്കും കോമണേഴ്സ് പ്രൊമോ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. എത്ര നാൾ ഇത് പൂട്ടി വെക്കുമെന്ന് കാണണമല്ലോ. എത്ര നാൾ പൂട്ടി? അതാണ് ഭയങ്കര ഒരു സർപ്രൈസ് അല്ലേ. നമുക്ക് പ്രൊമോ എടുക്കാൻ വയ്യെങ്കിൽ പ്രൊമോ ഒന്നേ വരുന്നുള്ളൂ. നമുക്ക് വീഡിയോ എടുക്കാൻ വയ്യെങ്കിൽ വേറൊരാളെ എടുത്തു തരും. നമ്മൾ പോയി പറഞ്ഞാൽ മാത്രം മതി. അത് സൂപ്പർ സർപ്രൈസ് അല്ലേ സംഭവം. മൈജി ആണ്. അപ്പൊ മൈജി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന സംഭവം മൈജി ഓണമൊക്കെ വരാൻ പറയല്ല, മൈജി ഓണം മാസം ഓണം. മിക്കവാറും അടുത്തവണ ബിഗ് ബോസിനകത്ത് കയറും. മിക്സിയും ഗ്രൈൻഡറും ടിവിയും ലാപ്ടോപ്പും ഫ്രിഡ്ജും ഒക്കെ നിറഞ്ഞ സ്പോൺസർ ടാസ്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമുക്ക്. സൂപ്പർ സാധനം. ഈ ഓണവും ഈ സാധനമാണ്, ഓണത്തിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലും അത് നമ്മുടെ ബിഗ് ബോസിനകത്തൂടെ ചർച്ചാ വിഷയമാവും ആ സാധനം. പിന്നെ ഇത്തവണത്തെ വീഡിയോയുടെ കേസിൽ ഞാൻ അറിഞ്ഞത്, ഞാൻ അതിൽ ഒരു ഉറപ്പും പറയുന്നില്ല, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഉറപ്പ് പറയുന്നില്ല. 3 മിനിറ്റുള്ള വീഡിയോയാണ്. അത് 64 MB കൂടുതൽ ആകാൻ പാടില്ല എന്നാണ് അറിഞ്ഞത്. ജൂലൈ 10-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ചിലപ്പോൾ അതിനകത്ത് മാറ്റം വന്നേക്കാം. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല. ബാക്കി മൈജി ആണ് ഇതിന്റെ കോമണേഴ്സ് പ്രൊമോയുടെ കേസൊക്കെ നടത്തുന്നതെന്ന് അറിയുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. അത് കോമണേഴ്സ് പ്രൊമോ ഉണ്ട്. വീണ്ടും എനിക്ക് പറഞ്ഞ് വയ്യ മടുത്ത്. കാരണം ചാനൽ ഒരു ഡിസിഷൻ തീരുമാനിക്കുന്നുണ്ട്. അത് ഡെയിലി മാറ്റുന്നുണ്ട്. അതാണ് ഞാൻ ഇത്രയും ദിവസം നിങ്ങളോട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല. ചാനൽ ഡെയിലി ഒരു കാര്യം തീരുമാനിക്കും. ഇന്ന് വരാനിരുന്ന പ്രൊമോയാണ്, 12-ാം തീയതി വരാനിരുന്ന പ്രൊമോ ഷിഫ്റ്റ് ചെയ്ത് ഇന്നാക്കി, 20 ആക്കി. 20-ന് വരാനിരുന്ന പ്രൊമോ ഇപ്പൊ ഷിഫ്റ്റ് ചെയ്ത് 23-നാണ് ആക്കിയിരിക്കുന്നത്. ഞാനല്ല നിങ്ങളുടെ അടുത്ത് വന്ന്
ഈ കിടന്ന് പറയുന്ന ചാനലിന്റെ ഡിസിഷനാണിത്. 23-ാം തീയതി ആക്കി. ഇനി 23, ഇനി 25, 7, 29 ഒക്കെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കത് കണ്ട് തന്നെ അറിയാം. എനിക്ക് കുറേ പേര് കുറേ പോസ്റ്റുകളും വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു 2-3 ദിവസം മുന്നേ ഈ സെയിം സംഭവം പറഞ്ഞിട്ട്. മൈജിയുടെ കേസും പിന്നെ ഈ കോമണാസ് പ്രൊമോ 64 MB കേസും 3 മിനിറ്റിന്റെ കേസൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസും ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ നിറയെ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആ സമയത്ത് അറിഞ്ഞിട്ടേ ഉണ്ടായില്ല. ഞാൻ അറിഞ്ഞതേ ഉണ്ടായില്ല. ഇപ്പോൾ കുറച്ച് നേരമായിട്ടാണ് ഞാൻ അറിഞ്ഞത് മൈജി ആണ് സ്പോൺസർ. ടൈറ്റിൽ സ്പോൺസർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൈജി നിസാർ സ്പോൺസർ ഒന്നും ആവില്ലല്ലോ. മേ ബി ടൈറ്റിൽ സ്പോൺസറും ആയിരിക്കാം കേട്ടോ, ഉറപ്പില്ല. മൈജി സ്പോൺസറാണ്. മൈജി തന്നെയാണ് കോമൺ ഓഡിഷൻ നടത്തുന്നത്. കുറേ സാധനങ്ങൾ മൈജിയുടേത് എന്തായാലും നമുക്ക് ഈ സീസണിൽ പ്രതീക്ഷിക്കാം. എന്തായാലും കോമണാസ് പ്രൊമോയ്ക്ക് വേണ്ടി റെഡി ആയിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള സജഷൻ, നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട, പ്രൊമോ വരട്ടെ. കുറേ പേര് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് എൻ്റെ വാട്സാപ്പിൽ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇത് ഓക്കെ ആണോ, അൻസിഫിക്ക ഇത് ഓക്കെ ആണോ, കാക്ക ഇത് ഓക്കെ ആണോ എന്ന് വെച്ചിട്ട്. ഞാൻ നിങ്ങളടുത്ത് പറയുന്ന സാധനം, നിങ്ങൾ ഒന്നും ഷൂട്ട് ചെയ്യേണ്ട, ആദ്യം പ്രൊമോ വരട്ടെ. പ്രൊമോ വന്നിട്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയും മൈജിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൈജിക്കാർ ഷൂട്ട് ചെയ്ത് തരും എന്നുള്ളത് വ്യക്തമായിട്ട് പ്രൊമോയിൽ പറയും. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടേ, നിങ്ങൾ ഷൂട്ട് ചെയ്യാതെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എത്രയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് അടിപൊളി ആയിരിക്കത്തില്ലേ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ആളുള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് എടുത്ത് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. കോമണർ ഓഡിഷന് പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകളുണ്ട്. എല്ലാവരും ഐ ജി പോയി തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും ഫ്രീ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അത് പോയി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ഡേറ്റോട് വരാം. വിശേഷമായിട്ട് വൺസ് അഗൈൻ ഞാൻ വീണ്ടും പറയുന്നു, ആ കോമണാസ് പ്രൊമോയുടെ കേസിൽ അവർ ഡെയിലി ഡിസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പരിപാടികൾ ഡിലേ ആവുന്നത്. അല്ലെങ്കിൽ പ്രൊമോ ഇന്ന് വരാനുള്ളതായിരുന്നു. നോക്കാം, നമുക്ക് അടുത്ത അപ്ഡേറ്റോട് വരാം. പിന്നെ ജൂൺ 21 പറഞ്ഞ് പ്രൊമോ ഇട്ടിരുന്ന എന്തോ ഒരു പോസ്റ്റ് ഇട്ടിരുന്ന ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഗസ് ചെയ്ത് പറഞ്ഞു. അത് വേൾഡ് മ്യൂസിക്കൽ ഡേ ഒരു സംഭവമായിരിക്കും എന്ന് ഏഷ്യാനെറ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോയി നോക്ക്. വേൾഡ് മ്യൂസിക്കൽ ഡേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് തന്നെയാണ് സംഭവം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും അപ്ഡേറ്റ് ആയിട്ട് വിശേഷമായിട്ട് അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.